Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? സിസ്റ്റം കമ്പോണൻസ് ഒക്കെ പറഞ്ഞില്ലേ? ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, സെക്കൻഡറി എക്യുപ്മെന്റ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? സെക്കൻഡറി എക്യുപ്മെന്റ് വരെ അല്ലേ? ശരി. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് നമ്മൾ താഴെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത് പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, ഹോസ്പിറ്റലിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതാണ് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ച് പഠിക്കുന്നത്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഫോർ പേഷ്യൻസ്. ആദ്യം പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കി ഫസ്റ്റ് വൺ, there will be no disturbing sight of oxygen cylinder at the bedside. എന്താണ് നമ്മൾ പണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അല്ലെ, ബെഡിന്റെ സൈഡിലൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ ഇരിക്കുന്നത് കാണാറില്ലേ? അത് നമുക്കൊരു ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാറുണ്ട് അല്ലെ, കാരണം ഒത്തിരി വലിപ്പമുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അത് അവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും സ്പേസുകളും ഒക്കെ കിട്ടാറുണ്ട് അല്ലെ, സ്പേസ് ഒക്കെ കുറവായിരിക്കും. സോ അത്തരത്തില് നമ്മുടെ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ബെഡിന്റെ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചയെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ലേ? കാരണം എന്താ, അത് പൈപ്പ്ലൈൻ സംവിധാനത്തിലൂടെയാക്കി. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ആ ഒരു സിലിണ്ടർ കൊണ്ടുവന്ന് നേരിട്ട് വെക്കേണ്ട ആ റൂമിലോ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയിലോ വെക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ അവിടെ അതാണ് ഒന്നാമത്തത്. ആ ഒരു ബെഡ് സൈഡിൽ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ആ ഒരു സിലിണ്ടറിന്റെ കാഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത്, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൌണ്ട് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ സിലിണ്ടർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കില്ലേ അല്ലെ, നമുക്ക് ഡിസ്റ്റർബിങ് ആവുന്ന ഒരു സൗണ്ട് ആയിരിക്കും ഇല്ലേ, ഉണ്ടാവാറുണ്ടോ? നമ്മുടെ വീട്ടിലെ ഗ്യാസ് ആണെങ്കിലും ഗ്യാസ് സിലിണ്ടർ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലെ. ഇവിടെ ആകുമ്പോൾ വലിയ ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. ആ ഒരു ഹോസ്പിറ്റലിലെ ആ ഒരു സിലിണ്ടർ കൊണ്ടുപോകുന്ന ആ ഒരു പരിസരത്ത് ശബ്ദങ്ങള്, അങ്ങനെ ആ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു ശബ്ദങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കും. മൂന്നാമത്തത്, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സിലിണ്ടേഴ്സ്. ഈ സിലിണ്ടേഴ്സിന്റെ ഉപയോഗവും അതിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്, ഫോർത്ത് മോഡ്യൂൾ ആണ് കേട്ടോ, ഫോർത്ത് മോഡ്യൂൾ ആണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അണുവിമുക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒരു സിലിണ്ടർ ആവശ്യമായി വരുമ്പോൾ അത് കൊണ്ടുപോയി വെക്കുമ്പോഴോ അത് യൂസ് ചെയ്ത് തിരിച്ചെടുത്തോണ്ട് വരുമ്പോഴൊക്കെ ആ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ. അണുവിമുക്തമാക്കിയ ഏരിയ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഗ്യാസിന്റെ സിലിണ്ടേഴ്സിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴും അത് മൂവ്മെന്റ് അത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് പകരം കൊണ്ടുവന്ന് വെക്കുമ്പോഴൊക്കെ ആ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു അണുവിമുക്തമാക്കിയ ഏരിയാസ്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യാണ്, കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ, മലിനീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നിന്നും നമുക്കൊരു സംരക്ഷണവും ലഭിക്കുന്നില്ലേ? നാലാമത്തത്, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. ആവശ്യമായ ലൊക്കേഷനിലേക്ക് വളരെ വൃത്തിയുള്ളതും സ്ഥിരവുമായിട്ടുള്ള ഒരു വിതരണവും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പേഷ്യൻസിന് കിട്ടുന്ന പ്രയോജനങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത്, ഈ ഓക്സിജൻ സിലിണ്ടറുകൾ നമ്മുടെ ബെഡ് സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തത്, ഈ സിലിണ്ടേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് വഴി ഉണ്ടാവുന്ന ആ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത സുഖകരമല്ലാത്ത ഒരു ശബ്ദത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മൂന്നാമത്തത്, സ്റ്റെറൈൽ ഏരിയാസിലേക്ക് ഇങ്ങനെയുള്ള സിലിണ്ടേഴ്സും മറ്റും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി മൂവ്മെന്റ് ചെയ്ത് കൊണ്ടുവരുന്നപ്പോഴും അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുമ്പോഴും ഒക്കെ ആ സ്റ്റെറൈൽഡ് ആയിട്ടുള്ള ഏരിയ, അണുമുക്തമായ ഏരിയ കണ്ടാമിനേറ്റഡ് ആവാൻ അല്ലെങ്കിൽ മലിനീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. നാലാമത്തത്, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. ആവശ്യമായ ലൊക്കേഷനിലേക്ക് വളരെ വൃത്തിയുള്ളതും സ്ഥിരവുമായിട്ട് ഗ്യാസസ് വിതരണവും ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അത് പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ആണോ?
ഓക്കെ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഹോസ്പിറ്റൽ സ്റ്റേറ്റ്. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നാ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഉണ്ടാവും. നമുക്ക് ടാപ്പുകളിൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് അവൈലബിൾ ആക്കി കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാ തരത്തിലുമുള്ള സ്റ്റേഷനിൽ അല്ലെങ്കിൽ എല്ലാ റൂമുകളിലേക്കും നമ്മൾ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ ടാപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഗ്യാസ് വേണമെങ്കിലും വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? രണ്ടാമത്തത് ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. നമുക്ക് വളരെ വൃത്തിയുള്ളതും സുരക്ഷിതമായിട്ടും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്യാസസിന്റെ വിതരണം ലഭ്യമാകുന്നുണ്ട്. മൂന്നാമത്തത് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാണ് കേട്ടോ. അവിടെ നിങ്ങളുടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചേക്കണേ. ഗ്യാസസ് എന്നുണ്ടെ റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് എന്നാണ് കേട്ടോ. റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വെയറെവർ നീഡഡ്. എപ്പോഴാണ് എവിടെയാണോ ഗ്യാസസ് ആവശ്യമായി വരുന്നത് അവിടേക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഗ്യാസിന്റെ ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത് പറയുന്നത് മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സ് തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തുണ്ടാവുന്ന അപകടങ്ങളെ കുറയ്ക്കാനും പറ്റുമോ? അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ഒറ്റ ടാപ്പിൽ നിന്ന് തന്നെ ഒരു ഒറ്റ ടാപ്പിലൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗ്യാസസ് പെട്ടെന്ന് നമുക്ക് ലഭ്യമാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഏത് ഗ്യാസ് ആണോ വേണ്ടത് അത് നമുക്ക് ലഭ്യമാക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്തേത് വളരെ ക്ലീൻ ആൻഡ് സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഗ്യാസസിന്റെ വിതരണം നമുക്ക് എവിടെ വേണമെങ്കിലും ലഭ്യമാകുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തേത് ഗ്യാസസ് എപ്പോഴാണ് ആവശ്യം എവിടെയാണോ ആവശ്യം ആ സ്ഥലത്തേക്ക് ആ ഒരു റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് നമുക്ക് ലഭ്യമാക്കി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഗ്യാസസിന്റെ ആ ഒരു സിലിണ്ടേഴ്സിന്റെ മിസ്ഹാൻഡ്ലിംഗ് വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെ, സിലിണ്ടേഴ്സ് ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത് ദേഹത്തോട്ട് വീണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ അപകടങ്ങൾ സംഭവിച്ചേക്കാം. സോ അത്തരത്തിലുള്ള അപകടങ്ങളുടെ ആ ഒരു അപകട സാധ്യതയും നമുക്ക് വളരെ കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ക്ലിയർ ആണോ? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജ് എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. നോക്കിയേ, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. ഇല്ലേ, നമ്മളവിടെ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് മാത്രമാകും നമുക്ക് വെക്കാനൊന്നും സ്പേസും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിലൊന്നും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? സാധാരണ മുൻപുണ്ടായിരുന്ന അവസ്ഥയാണെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമുക്ക് സോഴ്സസ് ഉണ്ട് അല്ലെ? സോഴ്സ് വെക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള റൂമും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ, മതിയായിട്ടുള്ള ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസസിനെ നമുക്ക് എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റില്ലേ? അതുപോലെ എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടേഴ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തിക ലാഭവും നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ? ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണോ അതോ ഒരുമിച്ച് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ലാഭം ഉണ്ടാവുക? റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ലാഭം ഉണ്ടാവുന്നേ? എപ്പോഴാണ്? ഒരുമിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ലാഭം ഉണ്ടാവുക അല്ലെ? അത് തന്നെ ഇവിടെയും പറയുന്നത്. ഒരുമിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസസ് പർച്ചേസ് ചെയ്യാൻ പറ്റുമ്പോൾ എളുപ്പത്തിൽ അത് പർച്ചേസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സാമ്പത്തിക ലാഭം കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ലെസർ ബ്രേക്കേജസ്. എന്നാ ഉദ്ദേശിക്കുന്നത്? ബ്രേക്കേജസ് പൊട്ടുന്നതോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് അവിടെ ആ ഒരു ലെസൺ ബ്രേക്ക് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നേരെ സോഴ്സ് കൊണ്ടുപോയി ആ സോഴ്സ് ഉള്ള വെക്കുന്ന ആ ഒരു റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ അവിടെ നിന്നുള്ള മൂവ്മെന്റും കാര്യങ്ങളൊന്നും അധികം നടത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട ബ്രേക്കേജസോ തകരാറുകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റാഷണലൈസേഷൻ ഇൻ ഓർഡറിംഗ്, സ്റ്റോറിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് എ വൈഡ് വെറൈറ്റി ആൻഡ് സൈസസ് ഓഫ് ഗ്യാസ് സിലിണ്ടേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള അളവില് അല്ലെ, നമുക്ക് വൈവിധ്യപരമായിട്ടുള്ള സിലിണ്ടേഴ്സിനെ, പല സൈസുകളിലുള്ള സിലിണ്ടേഴ്സിനെ, പല വെറൈറ്റിയിലുള്ള സിലിണ്ടേഴ്സിനെ ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. അതുപോലെ ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് കാര്യങ്ങൾ ഡാമേജ് വരുന്നതിനെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്?
ഫസ്റ്റ് വൺ ആണ് ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ടേംസ്. നമുക്ക് ആവശ്യമായ അളവില് ആവശ്യമായ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമായ ഗ്യാസസ് എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ആ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ബേസിസിൽ നമുക്ക് സാമ്പത്തികമായ ലാഭവും നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ലെസർ ബ്രേക്കേജ് പൊട്ടലുകളോ ആ ഒരു സിലിണ്ടറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ കാര്യം, കാരണം എപ്പോഴും മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല. നമ്മൾ പർച്ചേസ് ചെയ്താൽ അത് കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബ്രേക്കേജസ് പൊട്ടലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് വളരെ വൈവിധ്യമാർന്ന രീതിയിൽ സൈസസിലുള്ള വെറൈറ്റിയിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സിനെ ഓർഡർ ചെയ്യാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്ത് കൃത്യമായ ഇടങ്ങളിൽ എളുപ്പത്തിൽ വെക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾക്ക് എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ വരുന്നതിനെ കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ് എന്താണ് വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ വായിച്ചു കഴിയുന്നവര്. നെക്സ്റ്റ് വായിക്കും പോട്ടെ മിസ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ്. ISO സ്റ്റാൻഡേർഡിനനുസരിച്ച് ഓരോ മെഡിക്കൽ ഗ്യാസുകളുടെയും കളർ കോഡുകളാണ് കേട്ടോ പറയുന്നത്. ആ കളർ കോഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന ഗ്യാസ് ആണ് അതിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ISO സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള മെഡിക്കൽ ഗ്യാസസിന്റെ കളർ കോഡുകളാണ് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതാ ഒരു കളർ കോഡ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഓരോന്നിന്റെ കളർ കോഡ് പഠിച്ചു വെക്കണേ. ഫസ്റ്റ് വൺ ആണ് ഓക്സിജൻ. ഓക്സിജന്റെ കളർ കോഡാണ് വൈറ്റ് കേട്ടോ. അപ്പൊ വൈറ്റ് കണ്ടാൽ ഏത് ഓർക്കണം? ഓക്സിജൻ ഓർക്കണം. ദെൻ അടുത്തത് നൈട്രസ് ഓക്സൈഡിന്റെ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ കളറാണ്. ഓക്സിജന്റെ വൈറ്റ് ആണ്, നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ ആണ്, മെഡിക്കൽ എയറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. മെഡിക്കൽ എയറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സക്ഷൻ അല്ലെങ്കിൽ വാക്കത്തിന്റെ യെല്ലോ ആണ്, നൈട്രജന്റെ ബ്ലാക്ക് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ്. അപ്പൊ ഇത്രയും കളർ കോഡുകൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്സിജന്റെയും നൈട്രസ് ഓക്സൈഡിന്റെ ഒക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട്, നൈട്രജന്റെ ഒക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഓക്സിജന്റെ വൈറ്റ് ആണ് കളർ കോഡ്, നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ ആണ്, മെഡിക്കൽ എയറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, സക്ഷന്റെ വാക്കത്തിന്റെ യെല്ലോ ആണ്, നൈട്രജന്റെ ബ്ലാക്ക് ആണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ്. ക്ലിയർ ആണല്ലോ? ആ കളർ കോഡുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ചോദിക്കാറുണ്ട്, കളർ കോഡുകൾ വരാറുണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. ഇത്തരത്തില് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സേഫ് പ്രാക്ടീസസ്, സുരക്ഷിതമായ രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ അതില്
ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. ആദ്യം നമ്മൾ സേഫ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ആ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആണുള്ളത് എന്ന് ആദ്യം തിരിച്ചറിയലാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലേ അതിനുള്ളിൽ ഏത് ഗ്യാസ് ആണെന്ന് ആദ്യം തിരിച്ചറിയണം. എന്നാലല്ലേ അതുമായി ബന്ധപ്പെട്ട മറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലേ? അതാണ് ആദ്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. ആ ഒരു കംപ്രസ്ഡ് ഗ്യാസിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് സിലിണ്ടറിനുള്ളിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള അംശം എന്താണ് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ തിരിച്ചറിയുക. നോക്കി അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്. കണ്ടന്റ്സ് ഓഫ് ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി റെക്കഗ്നൈസ്ഡ്. ആ ഒരു ഗ്യാസ് സിലിണ്ടറിനുള്ളിലുള്ള ഉള്ളടക്കം, ആ ഒരു സിലിണ്ടറിനുള്ളിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണുള്ളത് അതിന്റെ ഉള്ളടക്കം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായി തിരിച്ചറിയുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക. Then രണ്ടാമത്തത് കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. സിലിണ്ടേഴ്സ് കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. ഈ കളർ കോഡിംഗ് നമുക്ക് ഒരു സിലിണ്ടറിനെ ബേസ് ചെയ്ത ആ ഒരു കളർ കോഡിംഗ് എന്ന് പറയുന്നത് ആശ്രയിക്കാൻ പറ്റില്ല. കാരണം എന്താ, എന്തുകൊണ്ട് അത് സിലിണ്ടറിന്റെ കളർ കോഡ് നമ്മൾ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഇപ്പൊ ഓക്സിജന്റെ ആണ് സിലിണ്ടർ എങ്കിൽ വൈറ്റ് കളർ സിലിണ്ടർ അല്ല ആയിരിക്കില്ല അല്ലേ? സിലിണ്ടറുകൾ എന്ന് പറയുന്നത് സപ്ലയർ ടു സപ്ലയറിൽ വ്യത്യാസം ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഗ്യാസ് ആണെങ്കിലും മറ്റ് ഏജൻസിയുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് ആണെങ്കിലും തമ്മിൽ കളർ കോഡിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ? എല്ലാത്തിനും ഒരേ കളർ തന്നെയാണോ? അല്ല അല്ലെ? അപ്പൊ ആ ഒരു കളർ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇന്ന ഗ്യാസ് ആണെന്ന് ആ ഒരു സിലിണ്ടറിന്റെ മുകളിലുള്ള കളർ കണ്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതായിരിക്കും അതിനുള്ളിലുള്ള കണ്ടന്റ് അതായിരിക്കും നമുക്ക് ഡിപ്പെൻഡബിൾ അല്ല. ഒരിക്കലും അത് ആ ഒരു വഴിയിലേക്ക് നമ്മൾ തിരിയരുത്. കളർ കോഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സിലിണ്ടറിനെ ബേസ് ചെയ്ത് നമ്മൾ ആപ്ലിക്കബിൾ ആക്കാൻ നോക്കരുത്. അതിനെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം സിലിണ്ടറിന്റെ കളേഴ്സ് ഒരു സപ്ലയറിൽ നിന്നും മറ്റു സപ്ലയറിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റുകളില് ഒന്നാമത്തത് പറഞ്ഞത് ആദ്യം നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസിന്റെ ആ ഒരു ഏത് ഗ്യാസ് ആണ്, ആ ഒരു സിലിണ്ടറിനുള്ളിലുള്ള ആ ഒരു ഉള്ളടക്കം എന്താണ്, ഏത് ഗ്യാസ് ആണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗ്യാസിന്റെ സിലിണ്ടറിന്റെ ആ ഒരു കളർ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. കാരണം സിലിണ്ടറിന്റെ കളേഴ്സ് ഒരു സപ്ലയറിൽ നിന്നും ഒരു സപ്ലയറിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമാവുന്നത് കൊണ്ട് തന്നെ ആ സിലിണ്ടറിന്റെ കളർ കണ്ടുകൊണ്ട് അതിനുള്ളിൽ ഇന്ന ഗ്യാസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉറപ്പിക്കാൻ പാടില്ല. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് മനസ്സിലായോ? ഓക്കെ. Then third one പറയുന്നത് do not disfigure or remove any markings, tags or stencil marks used for identification of contents attached by the gas vendor. ആ ഗ്യാസ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് കച്ചവടക്കാരൻ, ഗ്യാസ് വിൽക്കുന്ന വ്യക്തികള് അതിനുള്ളിലുള്ള കണ്ടന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്റ്റെൻസിൽ മാർക്കുകൾ ഉപയോഗിച്ച് ടാഗുകൾ ഉപയോഗിച്ചിട്ടുള്ള മാർക്കിങ്ങുകൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ നിങ്ങള് ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ മുകളിലുള്ള മാർക്കിങ്ങുകള്? കണ്ടിട്ടില്ലേ? അതിന്റെ വെയിറ്റ്, അതിനുള്ളിലുള്ള കണ്ടന്റ്, അതുമായി ബന്ധപ്പെട്ട മാർക്കിങ്സ് ഉണ്ടാവും അല്ലെ? സോ അത്തരത്തിലുള്ള മാർക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതൊരിക്കലും നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാറ്റി എഴുതുകയോ ഒന്നും ചെയ്യരുത്. ഡു നോട്ട് ഡിസ്ഫിഗർ. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റെൻസിൽ മാർക്കുകൾ അല്ലെങ്കിൽ ആ അതിനുള്ളിൽ പുറമെയുള്ള ആ ഒരു മാർക്കിംഗ് വഴിയാണ് അതിനുള്ളിലുള്ള കണ്ടന്റ് എന്താണെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് കച്ചവടക്കാർ കൊണ്ടുവരുന്ന അത്തരം സിലിണ്ടേഴ്സിന് പുറത്തുള്ള ആ ഒരു കണ്ടന്റിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അത്തരത്തിലുള്ള സ്റ്റെൻസിൽ മാർക്കുകളാവാം, ടാഗുകളാവാം, മറ്റേതെങ്കിലും മാർക്കുകളോ കാര്യങ്ങളോ ഒരിക്കലും എന്ത് ചെയ്യരുത്, നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അത് മാറ്റി എഴുതുകയോ ചെയ്യരുത്. Then next one, cylinders which do not have a clearly written, stamped or stenciled identification of the content should not be used and the gas vendor should be contacted for removal. ഇനി നമുക്ക് കൊണ്ടുവരുന്ന ഗ്യാസിൽ ഇതുപോലെ വളരെ വൃത്തിയായിട്ട് ക്ലിയർലി എഴുതാത്ത, സ്റ്റാമ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത ഇതിനുള്ളിലുള്ള ഐഡന്റിഫിക്കേഷൻ ആണ്, നമുക്ക് ഈ കണ്ടന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഒരു മാർക്കിങ്സിൽ ഉണ്ടായിരിക്കാം. അത്തരം മാർക്കിങ്ങോ കാര്യങ്ങളോ ആയിട്ടുള്ള സ്റ്റാമ്പഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെൻസിൽഡ് ആയിട്ടുള്ള മാർക്കിങ്ങോ കാര്യങ്ങളോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ആ ഒരു സിലിണ്ടറിൽ ഇല്ലാന്ന് വിചാരിക്കാം.
അങ്ങനെ ഇല്ല എങ്കിൽ ഒരിക്കലും ആ ഒരു സിലിണ്ടർ യൂസ് ചെയ്യാതിരിക്കുക. മറിച്ച് ഉടനെ തന്നെ ആ ഒരു ഗ്യാസ് വിതരണക്കാരെ അറിയിക്കുകയും അവരോട് ഉടനെ ഇത് മാറ്റി വേറെ ഒരെണ്ണം തരാനായിട്ട് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യാം. Then last one ആണ് read the MSDS and labels for all of the materials you work with. MSDS എന്ന് പറയുന്ന Material Safety Data Sheet. ഒന്ന് എഴുതി വെച്ച് അതിന്റെ എക്സ്പാൻഡ് ഫോം MSDS, Material Safety Data Sheet. Material Safety Data Sheet. Material Safety Data Sheet. എഴുതിയോ? മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും നിർമ്മാതാക്കള് നമ്മുടെ ആ ഒരു സേഫ് ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും നമുക്ക് എങ്ങനെ ഓരോ കെമിക്കൽസ് ആയിക്കോട്ടെ, ഗ്യാസസ് ആയിക്കോട്ടെ എങ്ങനെ ഉപയോഗിക്കാം, അതിനെ കുറിച്ചുള്ള ഒരു പ്രിക്കോഷൻസ് എടുക്കുന്നത്, എങ്ങനെ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം, എങ്ങനെ സേഫ് ആയിട്ട് അത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു മാനുവൽ ആണ് ഈ മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സഹായത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേഫ് ആയിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടും വളരെ സേഫ് ആയിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വർക്കേഴ്സ് ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു ഒരു ഷീറ്റാണ് ഈ പറയുന്ന മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാനുവൽ ആണ്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ലേബൽസ് ഫോർ ഓൾ ഓഫ് ദ മെറ്റീരിയൽ യു വർക്ക് വിത്ത്, നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇതില് ഓരോ കാര്യങ്ങളും ലേബൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് അതിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ വായിച്ചിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ് ആണ്. കണ്ടന്റ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാല് ആ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ്, അതിന്റെ ഉള്ളടക്കം ഏത് കണ്ടന്റ് ആണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ പുറത്തുള്ള കളറിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ആശ്രയിക്കരുത്. കാരണം സിലിണ്ടർ കളറുകള് ഒരു സപ്ലയറിൽ നിന്ന് ഒരു സപ്ലയറിലേക്ക് വരുമ്പോ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സിലിണ്ടറിന്റെ കളറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ഇന്ന ഗ്യാസ് ആണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉറപ്പിക്കരുത്. ദെൻ മൂന്നാമത് പറയുന്നത്, ഈ പറയുന്ന ഗ്യാസ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് കച്ചവടക്കാർ നമുക്ക് കൊണ്ടുവരുന്നു തരുന്ന ഗ്യാസിന്റെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളുണ്ട്. അതായത് ആ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെൻസിൽ മാർക്കുകളാവാം, ടാഗുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിന്റെ കണ്ടന്റിനെ സൂചിപ്പിക്കുന്നവയാണ്. സോ അത്തരം മാർക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും റിമൂവ് ചെയ്യരുത്, അല്ലെങ്കിൽ ഡിസ്ഫിഗർ ചെയ്യരുത്, മാറ്റി എഴുതുകയും ചെയ്യരുത്. അതുപോലെ നാലാമത്തത്, ഇനി കൊണ്ടുവന്ന് തരുന്ന ആ ഒരു സിലിണ്ടറിൽ ഇത്തരത്തിലുള്ള മാർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ല. അതായത് അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ ആ സിലിണ്ടേഴ്സ് ഉപയോഗിക്കരുത്. മറിച്ച് അതെന്ത് ചെയ്യാം, ആ ഒരു ഗ്യാസ് വെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആ ഒരു സപ്ലയേഴ്സിനെ അറിയിക്കുകയും അതിവിടെ നിന്ന് കൊണ്ടുപോകാനും പുതിയൊരെണ്ണം തരാനും ആവശ്യപ്പെടുക. ദെൻ അതുപോലെ തന്നെ MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റുകൾ കൃത്യമായിട്ട് റീഡ് ചെയ്യുകയും അതിൽ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും, നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്ന ഓരോ ഗ്യാസസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും അവിടെ സേഫ് ആയിട്ട് അതെങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെ പ്രിക്കോഷൻ കാര്യങ്ങളാണ്, മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയുള്ള വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അത് ഉപയോഗിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് എന്താന്നുള്ളത്? ഓക്കെ. ദെൻ അടുത്തതാണ് ഓപ്പറേഷൻ ആൻഡ് സേഫ്റ്റി ചെക്സ്. ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ചെക്കപ്പുകളാണ് കേട്ടോ. നോക്കിയേ, സിലിണ്ടേഴ്സ് മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. നമ്മൾ എപ്പോഴും സിലിണ്ടേഴ്സ് വളരെ സുരക്ഷിതമായിട്ടാണ് വെക്കേണ്ടത്, അല്ലെ? നമ്മുടെ വീട്ടിലാണെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിലല്ലേ നമ്മൾ സിലിണ്ടേഴ്സ് വെക്കുക? ആണോ? ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ സുരക്ഷിതമായ ഇടങ്ങളിൽ വെക്കണം, സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുകയും വേണ്ടേ? നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് linked to a regulator or to equipment. Leaks should never be tested with a naked flame. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ്, നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിലെ ഗ്യാസ് സിലിണ്ടേഴ്സ് ആണെങ്കിലും എങ്ങനെയാണ് റെഗുലേറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റുമായിട്ടോ ലിങ്ക് ചെയ്യാത്തപ്പോൾ ഒരിക്കലും അതിന്റെ വാൽവ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, അല്ലെ? നമ്മൾ എപ്പോഴും ക്ലോസ് ചെയ്തോ ഓഫ് ചെയ്തല്ലേ വെക്കാം,
റെഗുലേറ്റേഴ്സുമായിട്ട് എന്താണ് കണക്റ്റഡ് ആവുമ്പോഴല്ലേ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ റെഗുലേറ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഏതെങ്കിലും എക്യുപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ മാത്രമേ never open the cylinder valve if not the cylinder is linked. റെഗുലേറ്ററുമായിട്ടോ അല്ലെങ്കിൽ എക്യുപ്മെന്റുമായിട്ടോ ലിങ്ക് ചെയ്യാത്ത സമയത്ത് ഒരിക്കലും ആ സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ആക്കി വെക്കരുത്. ക്ലിയർ അല്ലേ? കാരണം എന്താ, അവിടെ ലീക്ക് ഉണ്ടാവുന്നത് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് നേക്കഡ് ആയിട്ട് കാണാൻ പറ്റുമോ? അവിടെ ലീക്ക് ഉണ്ടാവുന്നു, അതുമായി ബന്ധപ്പെട്ട ഫ്ലെയിം ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലീക്കേജ് വരാം, അതുവഴി അപകടങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു റെഗുലേറ്ററുമായിട്ട് കണക്റ്റഡ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ എക്യുപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആക്കുമ്പോഴോ മാത്രം അത് ഓപ്പൺ ചെയ്യുക, വാൽവ് ഓപ്പൺ ചെയ്യുക. അല്ലാത്ത സമയങ്ങളിൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. നമ്മളെ എപ്പോഴും നമുക്ക് ഒരുപാട് ഫോഴ്സ് എടുത്ത് തിരിക്കാറില്ല അല്ലെ. ഒരു ന്യായമായ ഒരു ബലത്തിൽ നിന്നാണ് നമ്മളത് തിരിച്ച് ഓപ്പൺ ചെയ്യുന്നത്. ശരിയല്ലേ? ഭയങ്കര ഫോഴ്സിൽ ചെയ്താൽ അത് എന്ത് പറ്റും? ചിലപ്പോൾ അത് ഒടിഞ്ഞു പോവാനോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു കൺട്രോൾ പോവാനോ ഒക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ഒരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ആവശ്യമായിട്ടുള്ള ഫോഴ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുക. ഓപ്പൺ ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലെ. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ തിരിക്കുക? എവിടേക്കാ തിരിക്കുക? റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോഴാണോ അത് ഓപ്പൺ ആവുക? ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഉണ്ട്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോഴാണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഗ്യാസ് സ്റ്റവ് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ അല്ലെ. ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നത് എങ്ങനെയാ? അതിന്റെ ആ ഒരു സ്റ്റാപ്പ് അല്ലെങ്കിൽ സ്വിച്ച് എങ്ങനെയാണ്? നമ്മുടെ ലെഫ്റ്റിലേക്ക് തിരിച്ചല്ലേ ഓപ്പൺ ചെയ്യുന്നത് അല്ലെ. ഓൺ ആക്കുന്നത് ലെഫ്റ്റിലേക്ക് തിരിച്ചല്ലേ. അത് തന്നെയാണ് നമ്മുടെ വാൽവിനും കേട്ടോ. അത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാലും മതിയെ, ചോദിക്കാറുണ്ട് കേട്ടോ ഇത്. അപ്പോ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ വാൽവ് അല്ലെങ്കിൽ സിലിണ്ടർ വാൽവ് തുറക്കുന്നത്. ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ തിരിക്കുക അല്ലെ. ലെഫ്റ്റിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് നേരെ തിരിച്ച്. നമ്മുടെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ, നമ്മുടെ ക്ലോക്കിന്റെ ആ ഒരു സൂചി പോകുന്ന ആ ഒരു രീതി ഒന്ന് ആലോചിച്ചാലും മതി. ഇനി നമ്മളപ്പോ ഓഫ് ചെയ്യുന്നതോ എപ്പോഴായിരിക്കും? അത് ക്ലോസ് ചെയ്യുന്നത് വാൽവ് ക്ലോസ് ചെയ്യുമ്പോ അപ്പൊ ഏത് ഡയറക്ഷൻ ആയിരിക്കും? ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വീൽ ക്ലോക്ക് വൈസ് ആയിരിക്കും കേട്ടോ, നേരെ ഓപ്പോസിറ്റ്. ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചാണ് അത് ഓഫ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ ഭാഗം? നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാലോ. ദെൻ അടുത്തത് ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. എപ്പോഴും ഈ സിലിണ്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഇടത്തായിരിക്കണം ഇല്ലേ. നമ്മൾ വളരെ സേഫ് ആയിട്ട് വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. എപ്പോഴും ആ ഏരിയ വളരെ വൃത്തിയുള്ളതായിരിക്കണം, നല്ല വായു സഞ്ചാരമുള്ള ഇടവുമായിരിക്കണം. വേണ്ടേ? അങ്ങനെയുള്ള ഇടങ്ങളിലാണോ വെച്ചിരിക്കുന്നത്? ഒന്ന് ചെക്ക് ചെയ്യണോട്ടാ. വളരെ സേഫ് ആയിട്ടുള്ള ഇടത്തായിരിക്കണം, അതുപോലെ നല്ല വെന്റിലേഷൻസ് നല്ല വായു സഞ്ചാരവും കിട്ടുന്നിടത്തായിരിക്കണം. എപ്പോഴും ഏത് സമയവും അവിടെ ക്ലീനുമായിരിക്കണം. Then the ground surface should be fairly level and firm, preferably concrete that allows for easy trolley access. എന്താണ് അത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രൗണ്ട് സർഫസ് എന്ന് പറയുന്നത് ഫെയർലി ലെവൽ ആയിട്ട് വളരെ നല്ല രീതിയിൽ നല്ല നിരപ്പിലുള്ള സ്ഥലത്തായിരിക്കണം. മാക്സിമം ഒരു കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നിരപ്പുള്ള സ്ഥലത്തായിരിക്കണം ഈ ഒരു സിലിണ്ടേഴ്സ് വെക്കേണ്ടത്. കാരണം എളുപ്പത്തില് ട്രോളീസിനെ കൊണ്ടുവരാനും ട്രോളി വഴി ഈ സിലിണ്ടേഴ്സ് കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ എളുപ്പത്തിന് പ്രിഫറബിളി കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല നിരപ്പായ ഫോം ആയിട്ടുള്ള നല്ലൊരു ലെവലുള്ള ഒരു ഗ്രൗണ്ടിലായിരിക്കണം, സർഫസിലായിരിക്കണം ഇത് വെക്കേണ്ടതും. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസും ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സും. മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ?
നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഭാഗമാണ്. കാരണം നമ്മുടെ വീട്ടിലെ സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ആണ് തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയസിലാണ് വെക്കുന്നത്. അതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യണേ. ഓപ്ഷൻസിൽ വരുമ്പോ അതൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. വെച്ച് കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്. ഇത് കൈകാര്യം ചെയ്യുന്നതിന്റെയും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ആണ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി യൂസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ ഇഫ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു ബി യൂസ്ഡ് അതർവൈസ്. നമ്മൾ എപ്പോഴും ഗ്യാസ് സിലിണ്ടേഴ്സ് എങ്ങനെയാ ലംബമായിട്ട് അല്ലെങ്കിൽ കുത്തനെയല്ലേ വെക്കാറ് അല്ലേ? ചരിച്ചോ അല്ലെങ്കിൽ കിടത്തിയോ ഒന്നും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. സാധാരണ ഇത് മറ്റ് യൂസ് ചെയ്യുന്നതിനും നല്ലത് നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും ഒരു വെർട്ടിക്കൽ പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ലംബമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ കുത്തനെ നമ്മള് ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ഓൾവേസ് ബി സേഫ്ലി റെഗുലേറ്റഡ് ടു പ്രിവെന്റ് ഫോളിംഗ് ഓവർ. ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വീഴാതെ, അതായത് മറിഞ്ഞു വീഴുന്നതിനൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വളരെ സേഫ് ആയിട്ട് അത് എവിടെയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുന്ന രീതിയിൽ അവിടെ എന്താണ് ഗ്യാസ് സിലിണ്ടർ വീഴാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം അത് വെക്കേണ്ടത്. ആൻഡ് സിലിണ്ടർ മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ് ടു എ ട്രോളി വെൻ ബീയിങ് ഷിഫ്റ്റഡ്. ഇനി ഈ സിലിണ്ടേഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കുക? സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് ട്രോളീസ് ഉപയോഗിക്കുക. Then make sure that the cylinder or gas is the right one for the intentional use. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേക ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ആ ഒരു ഇന്റൻഷണൽ യൂസ്, നമ്മുടെ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ശരിയായ ഗ്യാസ് സിലിണ്ടർ തന്നെയാണോ അത് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുപോലെ സോർട്ട് ഔട്ട് ആൻഡ് ഒബ്വിയസ്ലി മാർക്ക് ഫുൾ ആൻഡ് എംപ്റ്റി സിലിണ്ടർ. ഒരുപാട് സിലിണ്ടറുകൾ ഉണ്ടാവും. അതില് ഫുൾ ആയിട്ടുള്ള സിലിണ്ടർ ഏതാണ്, എംപ്റ്റി ആയിട്ടുള്ള ഖാലി ആയിട്ടുള്ള സിലിണ്ടറുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് തരം തിരിച്ച് മാർക്ക് ചെയ്ത് വെക്കുക. Be dressed in appropriate personal protective equipment like safety shoes and safety spectacles. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, അതായത് സേഫ്റ്റി ഷൂ, സേഫ്റ്റി സ്പെക്ടക്കിൾസ്, കണ്ണടകള് മുതലായവയൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. Never roll, drag or drop cylinders or allow them to strike each other. അതുപോലെ തന്നെ നമ്മള് ചില ആളുകൾ ചെയ്യാറുണ്ട് അല്ലെ, സിലിണ്ടേഴ്സ് എന്ത് ചെയ്യും? താഴിട്ട് ഉരുട്ടും അല്ലെ, ഉരുട്ടി കൊണ്ടുപോകാറില്ലേ? റോൾ ചെയ്ത് കൊണ്ടുപോകും അല്ലെ, അങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഡ്രാഗ് ചെയ്ത് അല്ലെ, ഉരുട്ടുകയോ വലിച്ചു എടുക്കുകയോ അല്ലെങ്കിൽ ഇത് താഴേക്ക് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഏതെങ്കിലും രണ്ട് സിലിണ്ടേഴ്സ് തമ്മിൽ സ്ട്രൈക്ക് ചെയ്യുക, പരസ്പരം അടിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കരുത്. അതുപോലെ ടേൺ ഓഫ് ഓൾ ദ വാൽവ് വെൻ സിലിണ്ടേഴ്സ് ആർ നോട്ട് ഇൻ യൂസ്. സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത സമയത്തെല്ലാം അതിന്റെ വാൽവുകളും ഓഫ് ആയിരിക്കണം. Then when the cylinder is not in use, the valve protection cap shall be in place to protect the valve. അപ്പൊ നമുക്ക് സിലിണ്ടേഴ്സ് ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ആ ഒരു സിലിണ്ടറിന്റെ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്.
അപ്പൊ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസിൽ ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഹാൻഡ്ലിംഗ് ആൻഡ് യൂസിൽ പറയുന്നത് ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ, ലംബമായിട്ടുള്ള കുത്തനെയുള്ള പൊസിഷനിൽ വേണം സേഫ് ആയിട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ അത് താഴെ വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം, കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രോളിസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ തന്നെയല്ലേ അത് എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തണം. അതുപോലെ നല്ല ഫുൾ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടാവും, എംറ്റി ആയിട്ടുള്ള കാലിയായിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ തരംതിരിക്കുകയും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അതുപോലെ ബി ഡ്രസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് പേഴ്സണൽ, അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, അതായത് സേഫ്റ്റി ഷൂസ്, സേഫ്റ്റി സ്പെക്ടക്കിൾസ് അല്ലെങ്കിൽ കണ്ണടകള് മുതലായവയൊക്കെ വെച്ചിട്ടായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. അതുപോലെ ഒരിക്കലും സിലിണ്ടേഴ്സ് ഉരുട്ടുകയോ തള്ളി നീക്കുകയോ അല്ലെങ്കിൽ താഴോക്കിടുകയോ അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നും രണ്ടെണ്ണം തമ്മിൽ അടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. അതുപോലെ സിലിണ്ടേഴ്സ് ഉപയോഗിക്കാത്ത എല്ലാ സമയങ്ങളിലും അതിന്റെ വാൽവ് ടേൺ ഓഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓഫ് പൊസിഷനിലായിരിക്കണം. ഇനി കുറച്ച് ദിവസം അധികം നമ്മുടെ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ വാൽവ് ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ ആ വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകളും ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഹാൻഡ്ലിംഗ് ആൻഡ് യൂസർ. നെക്സ്റ്റ് വൺ ആണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പൊ അതിനെ ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടേഴ്സ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതിന്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഹാൻഡ്ലിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് യൂസ് എ സിലിണ്ടർ ട്രോളി. എപ്പോഴും നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒരു സിലിണ്ടേഴ്സുമായി ബന്ധപ്പെട്ട് ട്രോളീസ് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രോളികൾ ഉപയോഗിക്കുക. അതുപോലെ യൂസ് ആപ്റ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ് ആൻഡ് കവേഴ്സ് ടു സിലിണ്ടേഴ്സ് ബിഫോർ ട്രാൻസ്പോർട്ടിംഗ്. ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന വാൽവ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പുകൾ യൂസ് ചെയ്യുക. അതുപോലെ സിലിണ്ടേഴ്സ് മറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് സിലിണ്ടേഴ്സിനെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ ഷിഫ്റ്റ് സിലിണ്ടേഴ്സ് വിത്ത് വാൽവ് ക്യാപ്സ്, ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. എപ്പോഴും വാൽവ് ക്യാപ്പുകൾ ഇട്ടിട്ട് വേണം സിലിണ്ടേഴ്സിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഒരിക്കലും ആ ഒരു സിലിണ്ടറിന്റെ ആ ഒരു ക്യാപ്പിൽ പിടിച്ചെന്ത് ചെയ്യരുത്, പൊക്കരുത്. നമ്മുടെ ആ ഒരു ക്യാപ്പ് ഇടുന്ന ഭാഗമില്ലേ, സിലിണ്ടറിന്റെ ആ ഒരു ക്യാപ്പ് ഇടുന്ന ഭാഗമില്ലേ, ആ ഭാഗം പിടിച്ച് പൊക്കരുത് എന്നാ പറയുന്നത് കേട്ടോ. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടേഴ്സ് ബൈ ദ ക്യാപ്പ്. ആ ഒരു ക്യാപ്പിന്റെ അവിടെ വെച്ച് പിടിച്ച് പൊക്കി എടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, പൊക്കാൻ പാടില്ല. ഡു നോട്ട് ഷിഫ്റ്റ് വിത്ത് ദ റെഗുലേറ്റർ അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തൊരിക്കലും ആ ഒരു സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്, ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സിലിണ്ടേഴ്സ് മസ്റ്റ് ബി ഫാസ്റ്റൻ സേഫ്ലി ഇൻ അപ്രൈറ്റ് പൊസിഷൻ ആൻഡ് സ്റ്റോറേജ്. എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും അത് മൂവ് ചെയ്യുമ്പോഴും ആ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ, ആ ഒരു ലംബമായ രീതിയിൽ, ആ ഒരു നേരെ തന്നെ ആയിരിക്കണം അത് സേഫ് ആയിട്ട് കൊണ്ടുപോവേണ്ടത്. ഗ്യാസ് സിലിണ്ടർ ഷുഡ് നോട്ട് ബി സ്റ്റോർഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് സമയത്തേക്ക്, ദീർഘകാല കുറെ മാസങ്ങളേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ അങ്ങനെ കുറെ നാളത്തേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് നാളത്തേക്ക് അവിടെ സ്റ്റോർ ചെയ്തിരിക്കാൻ പാടില്ല. പർച്ചേസ് ഓൺലി റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്യാസ് ടു കവർ ഷോർട്ട് ടേം നീഡ്സ്. നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരുപാട് നാളത്തേക്കുള്ള ഗ്യാസ് സിലിണ്ടറുകൾ യൂസ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തോ വെക്കേണ്ട കാര്യമില്ല. മറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, ആവശ്യമായ ക്വാണ്ടിറ്റി മാത്രം, വളരെ കുറച്ച് സമയത്തേക്കുള്ള കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവശ്യമായ ക്വാണ്ടിറ്റി മാത്രം പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ പ്രോപ്പർലി സെക്യൂർ ദ സിലിണ്ടർ അറ്റ് ഓൾ ടൈം സ്ട്രാപ്സ്, ബെൽറ്റ് ഓർ ചെയിൻ. എപ്പോഴും സിലിണ്ടേഴ്സ് വെക്കുന്ന സമയത്ത് അത് സെക്യൂർ ആയിട്ട് വെക്കുന്നതിന് വേണ്ടി സ്ട്രാപ്പോ ബെൽറ്റോ ചെയിനോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അതവിടെ പ്ലേസ് ചെയ്യുക. അതുപോലെ സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് ഇൻ കൂൾ, ഡ്രൈ, വെൽ വെന്റിലേറ്റഡ് ഏരിയാസ് away from unsuitable materials and ignition source. അപ്പൊ നമുക്ക് വളരെ കൂൾ ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള, നല്ല വായു സഞ്ചാരമുള്ള, അതുപോലെ മെറ്റീരിയൽസ് ആൻഡ് ഇഗ്നിഷൻ സോഴ്സസ് അൺസ്യൂട്ടബിൾ, ഇതിന് അനുയോജ്യമല്ലാത്ത മെറ്റീരിയൽ ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഇഗ്നിഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന സ്രോതസ്സുകളുള്ള സ്ഥലത്തോ ഒന്നും ഇത് വെക്കരുത്. വളരെ വായു സഞ്ചാരമുള്ള, കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. ആൻഡ് ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി സ്റ്റോർഡ് away from sources of ignition.
എന്താ കത്തുന്ന രീതിയിലുള്ള സാധനങ്ങളോ സോഴ്സോ ഉള്ള സ്ഥലങ്ങളിൽ ഇത് വെക്കാൻ പാടില്ല. അത് മറ്റ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസോ ഓക്സിജൻ സിലിണ്ടേഴ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതിന്റെ പ്രസൻസിൽ അതൊക്കെ കത്തുന്ന രീതിയിലുള്ള വാതകങ്ങൾ കൂടി ആയതുകൊണ്ട് അതിന്റെ അടുത്ത് മറ്റ് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാതിരിക്കുന്നതാണ് സേഫ്. Then when not in use, ഇനി ഗ്യാസ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്റ്റോർ ഗ്യാസ് സിലിണ്ടേഴ്സ് സേഫ്ലി ആൻഡ് ഷുഡ് ബി പ്രോപ്പർലി റീസ്റ്റേറ്റ്. കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത സമയത്ത് ആ ഗ്യാസ് സിലിണ്ടേഴ്സ് ശരിയായ രീതിയിൽ വാൽവും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വാൽവ് ടാപ്പുകളൊക്കെ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്ത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും ശരിയായത് എന്ത് ചെയ്യാം നിയന്ത്രിക്കുകയും ചെയ്യുക. അപ്പോ ലാസ്റ്റ് പറഞ്ഞ എന്താണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ ഗ്യാസ് സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സിലിണ്ടർ ട്രോളികളുടെ സഹായം ആവശ്യപ്പെടാം. ഈ സിലിണ്ടർ ട്രോളികൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള വാൽവ് ക്യാപ്പുകൾ ഉപയോഗിക്കുക. അൺകവേഴ്സ് വാൽവ് ക്യാപ്പുകളും മറ്റ് കവേഴ്സും ഒക്കെ ഉപയോഗിച്ച് സിലിണ്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രൊട്ടക്ഷൻ നടത്തുക. അതുപോലെ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാൽവ് ക്യാപ്പുകൾ ഇട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ആ ഒരു ക്യാപ്പിൽ പിടിച്ച സിലിണ്ടറുകൾ പൊക്കാൻ പാടില്ല. അതുപോലെ റെഗുലേറ്റേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ സിലിണ്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ സിലിണ്ടേഴ്സ് എല്ലാം എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും സ്റ്റോർ ചെയ്യുമ്പോഴും ഒരു അപ്രൈഡ് പൊസിഷനിൽ നേരെയുള്ള അല്ലെങ്കിൽ ലംബമായിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയായിരിക്കാം സേഫ് ആയിട്ട് വെക്കേണ്ടത്. ഗ്യാസ് സിലിണ്ടേഴ്സ് എപ്പോഴും ഷുഡ് നോട്ട് ബി സ്റ്റോർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ആവശ്യകതയ്ക്ക് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് എല്ലാ സമയത്തും എന്തെങ്കിലും സ്ട്രാപ്പോ ബെൽറ്റോ ചെയിനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂർ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ അതൊരു കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള അതുപോലെ നല്ല വായു സഞ്ചാരമുള്ള ഏരിയാസിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഒരിക്കലും അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള ഇടങ്ങളിലോ ഇഗ്നിഷൻ സോഴ്സ് കത്തുന്ന സ്രോതസ്സുകളിൽ ഉള്ള സ്ഥലങ്ങളിലോ ഒന്നും ഒരിക്കലും ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാൻ പാടില്ല. അത് തന്നെയാണ് അടുത്തതും പറയുന്നത്. സോഴ്സസ് ഓഫ് ഇഗ്നിഷൻ മറ്റ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടേഴ്സോ മുതലായവയുടെ നിയറസ്റ്റ് ആയിട്ട് ഒരിക്കലും ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കരുത്. അവയിൽ നിന്നും മാറ്റിയായിരിക്കണം, ദൂരെയായിരിക്കണം ഗ്യാസ് സിലിണ്ടേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ ഗ്യാസ് സിലിണ്ടേഴ്സ് കൃത്യമായ വാൽവുകളും കവറുകളും ക്യാപ്പുകളും ഒക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുകയും അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ രണ്ടെണ്ണം. ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ സർ. നെക്സ്റ്റ് വൺ ആണ് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ്. റെഗുലേറ്ററിന്റെ സുരക്ഷിതമായിട്ടുള്ള ഉപയോഗം, റെഗുലേറ്റേഴ്സിന്റെ സുരക്ഷിതമായ ഉപയോഗം കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, എ റെഗുലേറ്റർ ഈസ് എ ഡിവൈസ് that accept gas at a high pressure and lessen it into a much lower working pressure. അത് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഒരു റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ is a device, ഇതൊരു ഉപകരണമാണ് അല്ലെ. that accept gas at a high pressure. നമുക്കറിയാം കംപ്രസ്ഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്ത ഹൈ പ്രഷർ ആയിട്ടുള്ള ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ ഗ്യാസ്, ആ സിലിണ്ടറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ ഗ്യാസിനെ accept ചെയ്യണം, സ്വീകരിക്കുകയും lessen it into a much lower working pressure, നമുക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ള ആ ഒരു മർദ്ദത്തിലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് റെഗുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പൊ റെഗുലേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് വിച്ച് ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ, ഉയർന്ന പ്രഷറിലുള്ള ഒരു ഹൈ പ്രഷറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ലോവർ വർക്കിംഗ് പ്രഷറിലേക്ക് അല്ലെ, താഴ്ന്ന ഒരു പ്രവർത്തന മർദ്ദത്തിലേക്ക് അതിനെ കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് റെഗുലേറ്റേഴ്സ് ആർ ഗ്യാസ് സ്പെസിഫിക് എന്നാണ് കേട്ടോ. ഓരോ റെഗുലേറ്റേഴ്സും ഓരോ ഗ്യാസിനനുസരിച്ച് റെഗുലേറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാവും. ചില റെഗുലേറ്റേഴ്സ് ചില സിലിണ്ടേഴ്സിൽ എന്ത് ചെയ്യാറില്ല, മാച്ച് ആവാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എല്ലാ റെഗുലേറ്റേഴ്സും എല്ലാ സിലിണ്ടേഴ്സിനും മാച്ച് അല്ല അല്ലെ. ആ സിലിണ്ടേഴ്സിനനുസരിച്ച്, അതായത് ഗ്യാസ് ഏത് കണ്ടന്റ് ഗ്യാസ് ആണോ അതിനുള്ളിലുള്ളത് അതിനനുസരിച്ച് സിലിണ്ടേഴ്സ് സ്പെസിഫിക് ആയിരിക്കും. ഗ്യാസ് സ്പെസിഫിക് ആണ്. ഓരോ ഗ്യാസിനനുസരിച്ചാണ് സിലിണ്ടേഴ്സിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും വന്നിരിക്കുന്നത്. Be sure to use the proper regulator for the gas tank in the cylinder. ആ സിലിണ്ടറിലുള്ള ഗ്യാസിന് അനുസരിച്ചുള്ള ശരിയായ റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും അതെപ്പോഴും ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതുപോലെ ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ, ഓൾവേസ് ചെക്ക് ദ റെഗുലേറ്റർ. എപ്പോഴും നമ്മൾ ഒരു സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ആ റെഗുലേറ്റർ പരിശോധിക്കണം. ഇപ്പൊ ആ ഒരു കണക്ഷൻസ് ശരിയായ രീതിയിൽ ഫിറ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? റോങ് റെഗുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തതെന്നല്ലേ അല്ലേ? ആ റെഗുലേറ്ററും ആ ഒരു സിലിണ്ടറും തമ്മിൽ കണക്റ്റഡ് ആവുന്നില്ല, പ്രോപ്പർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല എന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? തെറ്റായ റെഗുലേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തെന്നുള്ളതാണ് അല്ലെ. അതിന് പകരം വേറെ റെഗുലേറ്റേഴ്സ് കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റെഗുലേറ്റർ ഉപയോഗിച്ചാൽ അതവിടെ കണക്ഷൻ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും അല്ലെ. Then before a regulator is removed from a cylinder, ഒരു സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ close the cylinder and release all the pressure from the regulator. ആ ഒരു റിലീസ് എന്താണ്? സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റർ റിമൂവ് ചെയ്താൽ ആ സിലിണ്ടർ എന്ത് ചെയ്യാം? വാൽവ് ക്ലോസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു റെഗുലേറ്ററിലുള്ള പ്രഷർ റിലീസ് ചെയ്യുകയും ചെയ്യണം. Then regulator shall be removed from the cylinder during transport. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ആ സിലിണ്ടറുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് സിലിണ്ടറിൽ നിന്നും റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്തിട്ട് വേണം ട്രാൻസ്പോർട്ടേഷൻ ഇടാനായിട്ട്. അപ്പൊ സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് പറയുന്നത്, ഒരു റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് എ ഡിവൈസ്, എന്ത് ഡിവൈസ് ആണ്? ദാറ്റ് അക്സെപ്റ്റ് ഗ്യാസ് അറ്റ് എ ഹൈ പ്രഷർ, നല്ല ഉയർന്ന മർദ്ദത്തിലുള്ള ഗ്യാസിനെ, ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ സ്വീകരിക്കുകയും ഒരു ലോ പ്രഷറിലുള്ള ലോ വർക്കിംഗ് പ്രഷറിലേക്ക്, ഒരു കുറഞ്ഞ പ്രവർത്തന മർദ്ദത്തിലേക്ക് അതിനെ കുറയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റേഴ്സ് എപ്പോഴും ഗ്യാസ് സ്പെസിഫിക് ആണ്. ഓരോ ഗ്യാസിനനുസരിച്ച് വ്യത്യസ്ത റെഗുലേറ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്യാസ് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ആ ഒരു ഗ്യാസിനനുസൃതമായിട്ടുള്ള ശരിയായ റെഗുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. അതുപോലെ ബിഫോർ അറ്റാച്ചിങ് ദ റെഗുലേറ്റർ ടു എ സിലിണ്ടർ, ഒരു സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് എപ്പോഴും റെഗുലേറ്റേഴ്സ് പരിശോധിക്കുക.
അവിടെ ആ ഒരു കണക്ഷൻസ് റെഗുലേറ്ററും ആ സിലിണ്ടറും തമ്മിലുള്ള കണക്ഷൻസ് ശരിയായ രീതിയിൽ ഫിറ്റ് ആവുന്നില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ തെറ്റായ റെഗുലേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റെഗുലേറ്റർ സിലിണ്ടറിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിലിണ്ടറിന്റെ വാൽവ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ആ റെഗുലേറ്ററിനുള്ളിലുള്ള മറ്റ് പ്രഷർ ഒക്കെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാനും ഇടുക. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഒരിക്കലും സിലിണ്ടർ റെഗുലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യരുത്, മറിച്ച് സിലിണ്ടറിൽ നിന്നും ആ റെഗുലേറ്റേഴ്സ് റിമൂവ് ചെയ്തിട്ട് വേണം ട്രാൻസ്പോർട്ടേഷൻ നടത്താനായിട്ട്. ക്ലിയർ ആണോ? സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ് പറയുന്നത് കേട്ടോ. ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE അല്ലെ. എപ്പോഴും നമ്മൾ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടോ കെമിക്കൽസുമായി ബന്ധപ്പെട്ടോ ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPEകൾ ധരിച്ചിരിക്കണം. വെൻ പെർഫോമിംഗ് ലാബ് ഓപ്പറേഷൻ, ലാബിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാവാം. ദാറ്റ് ഇൻവോൾവ് കംപ്രസ്ഡ് ഗ്യാസസ്, ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട്, വളരെ ലോങ് സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ഇടുക, ലോങ് പാന്റുകൾ ഇടുക, എന്താണ് കവേർഡ് ടു ഷൂസിനെ കവർ ചെയ്തിട്ടുള്ള ഷൂസ് ഇടുക, സേഫ്റ്റി ഗ്ലാസുകൾ വെക്കുക, ഗ്ലൗസുകൾ ധരിക്കുക. ഇതൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്തരത്തിലുള്ള ലാബ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളാണ്. ലോങ് സ്ലീവ്ഡ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കുക, ലോങ് പാന്റുകൾ ധരിക്കുക, കവേർഡ് ആയിട്ടുള്ള ടു ഷൂസ് ധരിക്കുക, സേഫ്റ്റി ഗ്ലാസുകൾ ധരിക്കുക, ഗ്ലൗസുകൾ ധരിക്കുക. അപ്പൊ ആ ഒരു രണ്ടെണ്ണം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. കംപ്ലീറ്റ് ആവുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ, വായിച്ചു കഴിഞ്ഞവര്. ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാണ്. നെക്സ്റ്റ് വണ്ണാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആണ്. സൂപ്പർവൈസേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം മാനിഫോൾഡ് ഓപ്പറേറ്ററിലേക്ക്